തൻ്റെ തലയ്ക്ക് മുകളിൽ വളർന്നാൽ എത്ര ജനപ്രീതിയുള്ള നേതാവായാലും ശരി, ഒറ്റവെട്ടിന് തീർക്കും. അതാണ് പിണറായിയുടെ രാഷ്ട്രീയ സ്റ്റൈൽ. അതാണ് KL 140 വണ്ടിയോട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. എല്ലാ ടേം വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കുന്നിടത്ത് മറ്റൊരു മുഖ്യമന്ത്രി മുഖമായ, ജനപ്രീതിയിൽ ഒരുപക്ഷെ പിണറായിയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന KK ശൈലജയെ ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വണ്ടിയോട്ടത്തിൽ കാണുന്നത്. ആദ്യം പറഞ്ഞു മത്സരിക്കണ്ട എന്നുള്ളത്, പിന്നെ പറഞ്ഞു മത്സരിക്കണമെങ്കിൽ അത് പേരാവൂരിൽ മതി എന്നുള്ളത്. പാർട്ടി നേതൃയോഗത്തിന് ശേഷം പിണറായി വിജയൻ നൽകിയ അന്ത്യശാസനമായിരുന്നു അത്. ശൈലജയോട് ഇങ്ങനെയാണ് പാർട്ടി നിലപാടെങ്കിൽ ഇനി അടുത്തത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ കാര്യമാണ്. വടക്കൻ മലബാറിൽ വികസന ജാഥ നടത്തി നാണം കെട്ടു നിൽക്കുന്ന ഗോവിന്ദൻ മാഷ് താത്വിക ചിന്തയും പറച്ചിലുമൊക്കെ വെടിഞ്ഞ് എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടോ എന്നൊരു കാര്യത്തിൽ യാതൊരു അറിവുമില്ല. പക്ഷേ മാഷിൻ്റെ ഭാര്യ മത്സരിക്കട്ടെ എന്നാണ് ഇതേ പാർട്ടി പറയുന്നത്. അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ പിണറായി ഗോവിന്ദൻ കൂട്ടുകെട്ടിൻ്റെ പുതിയ ഒരു രാഷ്ട്രീയ കളി ഇങ്ങനെയാണ്. CPMൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തളിപ്പറമ്പിൽ ഇപ്പോൾ പുകയുന്നത് വലിയൊരു രാഷ്ട്രീയ വിപ്ലവം. KK ശൈലജയെപ്പോലെയുള്ള ജനകീയ നേതാക്കളെ പിണറായി വിജയൻ വെട്ടിനിരത്തുമ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയ്ക്ക് വേണ്ടി ചുവപ്പ് പരവതാനി വിരിക്കുകയാണ് പാർട്ടി നേതൃത്വം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയായാൽ സീറ്റ് ഉറപ്പാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ തളിപ്പറമ്പിലെ ഓരോ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ അണികൾക്കിടയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ നീക്കത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്നൊരൊറ്റ പരിഗണനയിലാണ് ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് പ്രധാന വിമർശനം. പാർത്താസ് കൺവെൻഷൻ സെൻറ്റർ ഉടമയായിരുന്ന പ്രവാസി വ്യവസായി പാറയിൽ സാജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആന്തൂർ നഗരസഭ അധ്യക്ഷ കൂടിയായിരുന്ന PK ശ്യാമളയുടെ പങ്ക് അണികൾ ഇപ്പോഴും മറന്നിട്ടില്ല. ഒരു സംരംഭകനെ മരണത്തിലേക്ക് തള്ളിയിട്ട ഇത്തരം നേതാക്കൾക്ക് വീണ്ടും അധികാരം നൽകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. തളിപ്പറമ്പിൽ ശ്യാമളയെപ്പോലെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഇടതുകോട്ടയ്ക്ക് വിള്ളലുണ്ടാക്കുമെന്നൊരാശങ്കയും ശക്തമാണ്. മൊറാഴയിലും ആന്തൂരിലും തളിപ്പറമ്പിലും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുമായി ശ്യാമളയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള വിമർശനം കൂടിയുണ്ട്. N സുകന്യ, MV നികേഷ് കുമാർ, MV ജയരാജൻ തുടങ്ങിയ പ്രമുഖ പേരുകൾ പട്ടികയിലുണ്ടായിട്ടും അവരെയെല്ലാം വെട്ടിമാറ്റി PK ശ്യാമളയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്നത് കുടുംബവാഴ്ചയുടെ ഭാഗമാണെന്ന് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ MV ഗോവിന്ദൻ പോലും നല്ല മത്സരം കാഴ്ചവെച്ചാണ് വിജയിച്ചത്. വോട്ട് നിലയിൽ UDF വലിയ മുന്നേറ്റം നടത്തുന്ന ഈ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരവും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കവും തിരിച്ചടിയാകുമോ എന്ന് നേതൃത്വം ഭയപ്പെടുന്നു. തളിപ്പറമ്പ് നഗരസഭ UDF ഭരിക്കുമ്പോഴും CPIയുമായുള്ള ബന്ധം വഷളായിരിക്കുമ്പോഴും ഇത്തരമൊരു തീരുമാനം അത് ആത്മഹത്യാപരമാണെന്ന് അണികൾ പറയുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും ബഹിഷ്കരിക്കാൻ ഒരു വിഭാഗം പ്രവർത്തകർ തയ്യാറെടുക്കുകയാണ്. പിണറായി വിജയൻ ശൈലജയെ വെട്ടുമ്പോൾ ഗോവിന്ദ മാഷ് തൻ്റെ അധികാരം ഉപയോഗിച്ച് സ്വന്തം കുടുംബത്തിന് അധികാരമുറപ്പിക്കാൻ നോക്കുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനമല്ലെങ്കിൽ പിന്നെന്താണ് എന്നുള്ളതാണ് ചോദ്യം.